വിശ്വപൗരൻ ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനാഥനാവുകയാണ്. ഹിന്ദു പൊളിറ്റിക്സിനോടാണ് അല്ലെങ്കിൽ ഹിന്ദുത്വത്തോടാണ് തരൂറിന് എപ്പോഴും ഒരു ഐക്യം ഉള്ളത്. കാരണം വൈ ഐ ആം എ ഹിന്ദു എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതിയ അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന് എത്രത്തോളം ഹിന്ദുത്വത്തോട് അടുപ്പമുണ്ട് എന്നുള്ളത്. അങ്ങനെ അടുപ്പം വച്ച് നോക്കുമ്പോൾ CPM ആ 7 അയലത്ത് അദ്ദേഹത്തെ കയറ്റില്ല. ഇപ്പോൾ ചാൻസ് ഉള്ളത് BJPയിലേക്കാണ്. BJP സ്ഥാനമാനങ്ങൾ കൊടുക്കുമോ ഇല്ലേ എന്നുള്ളതല്ല അറിയില്ല. പക്ഷേ സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ട് മാത്രമേ തരൂർ BJPയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ എന്തായിരിക്കും തരൂരിൻ്റെ രാഷ്ട്രീയ ഭാവി? അല്ല, തരൂർ എന്തായാലും ഒരു നാൽക്കലിൽ ഇപ്പം നിൽക്കുകയാണ്. ഈ നാൽക്കവലിൽ നിന്ന് എങ്ങോട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുക എന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ഗസ് വർക്കുകൾ നടത്താം എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് എങ്ങും പോകാൻ സാധ്യമല്ല. കോൺഗ്രസിലേക്കും പോകാൻ BJPയിലേക്കോ അല്ലെങ്കിൽ CPMയിലേക്കോ പോകാനായിട്ടുള്ളൊരു സ്പേസ് അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിന് പറ്റിയൊരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പൊളിറ്റിക്സാണ്. ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്താം, പാർട്ടിക്കൊപ്പം നടക്കാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ജയിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന വീർപ്പുമുട്ടൽ എന്ന് പറയുന്നത് കോൺഗ്രസ് ശശി തരൂരിനെ തിരിച്ചറിഞ്ഞിരിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഉപയോഗങ്ങളൊന്നും നിർവഹിക്കാനായിട്ട് പറ്റുന്ന ഒരാളല്ല ശശി തരൂർ എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞതുകൊണ്ട് ശശി തരൂരിനെ കോൺഗ്രസ് പതുക്കെ തഴയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. എന്നാൽ അയാളെ അങ്ങനെ ഉപേക്ഷിക്കേണ്ട എന്ന് കരുതിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരു നല്ല സംഭാഷണങ്ങളൊക്കെ നടന്നു. ആ സംഭാഷണങ്ങളിൽ ശശി തരൂരിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ആ ആവശ്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നില്ല എന്നാണ് പുറത്തു വന്നിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ. അപ്പോൾ അസംതൃപ്തനായിരിക്കുന്ന ശശി തരൂരിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ അസംതൃപ്തി എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിലെ അസംതൃപ്തി എന്ന് പറയുന്നത് പലപ്പോഴും നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പതുക്കെ സഞ്ചരിക്കാനായിട്ടുള്ള സൂചനകളാണ്. കൈച്ചൂണ്ടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ നമ്മളുടെ മുന്നിൽ ഒരു കൈച്ചൂണ്ടിയുമായിട്ട് ഇപ്പോൾ തരൂർ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് എങ്ങോട്ടായിരിക്കും അയാൾ പോവുക? CPMയിലേക്ക് പോവുക, അതേപോലെ BJPയിലേക്ക് പോവുക. രണ്ടുപേരും അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് പോലെയാണ് പത്രവാർത്തകൾ വരുന്നത്. അങ്ങനെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നത് എവിടെയാണ്? അദ്ദേഹത്തിന് ഈ ഡൂയിങ് ബിസിനസ് ഈസി, വളരെ വളരെ എളുപ്പത്തിൽ തൻ്റെ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഈസ് ഓഫ് ഡൂയിങ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സംഭവം അത് പൊളിറ്റിക്സിലുണ്ട്. അതിൻ്റെ സാധ്യത എവിടെയാണ്? അതിൻ്റെ സാധ്യത എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് കോൺഗ്രസിൽ തന്നെയാണ്. മറ്റിടത്ത് രണ്ടിടത്തും അങ്ങനെ ഇല്ല. കാരണം രണ്ട് പാർട്ടിക്കും കേഡർ സ്വഭാവം വളരെ കൂടുതലാണ്. കേഡർ ക്യാരക്ടർ വളരെ കൂടുതലുള്ളതിൻ്റെ പേരിൽ പാർട്ടി എന്ത് പറയുന്നുവോ അത് പറയുന്നതിന് ഉള്ള മെഗഫോണായിട്ട് മാത്രമേ ശശി തരൂർ അങ്ങോട്ട് ചെന്നാലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ പൊതുവെ പരിശോധിക്കുമ്പോൾ വൈ ആം എ ഹിന്ദു എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതി എന്നുള്ളത് ശരിയാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന താൻ എന്ന നിലയ്ക്ക് നമ്മളുടെ മുന്നിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹിന്ദുവായി തുടരുന്നതും ഹിന്ദുവായി ജീവിക്കുന്നതും എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുപോലെ ലോകത്ത് പ്രശസ്തമായ ചില പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ വൈ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്നുള്ളതാണ്. മറ്റൊന്ന് വൈ ആം നോട്ട് എ ഹിന്ദു എന്നുള്ളതാണ്. കാഞ്ചയലയ്യ എഴുതിയ ആ പുസ്തകം ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ്. മറ്റേതായിട്ട് ബെർട്രാൻഡ് റസ്സൽ എഴുതിയ പുസ്തകമാണ്. അതും വളരെ വിസ്തൃതമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതിനിടയിൽ പാകിസ്ഥാനിൽ നിന്നൊരാൾ അദ്ദേഹത്തിൻ്റെ പേര് മറച്ചു വെച്ച് മറ്റൊരു പേരിൽ ഒരു പുസ്തകം എഴുതി വൈ ആം നോട്ട് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അവിടെ നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹത്തിൻ്റെ പേര് വെക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചില്ല. കാരണം അങ്ങനെ പേര് വെച്ചൊരു പുസ്തകം എഴുതിയാൽ അദ്ദേഹം ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരു പേരിൽ അല്ലെങ്കിൽ മാറ്റപ്പേരിൽ ആ പുസ്തകം എഴുതിയത്. പക്ഷേ ഈ പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ ഇവർ 3 പേരും കാഞ്ചയലയും അതേപോലെ തന്നെ ബെർട്രാൻഡ് റസ്സലും അതേപോലെ തന്നെ മോറക്നോ എന്താണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് മുസ്ലിം, അത് കൃത്രിമമായ പേരാണ്. അവരൊക്കെ ആ പുസ്തകം എഴുതുമ്പോൾ അതാത് മതത്തിൻ്റെ പ്രശ്നങ്ങളാണ് അവരതിൻ്റെ അകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനോട് വിയോജിപ്പുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഞാനതല്ലാതെ ആവുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തരൂർ അങ്ങനെയല്ല. ഹിന്ദുയിസത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വശങ്ങൾ വിശകലനം ചെയ്ത് അതിൻ്റെ ഒരു മൾട്ടിപ്ലിസിറ്റി മനസ്സിലാക്കി അതിനകത്ത് നിൽക്കുകയും അതാവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന നിലക്കാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് BJPയിലേക്ക് പോകുന്നതിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. BJP പലപ്പോഴും കാണിക്കുന്ന ഈ
വർഗീയ തീവ്രതയുണ്ട് ചില വിഷയങ്ങളിലൊക്കെ. അതിനോട് ചിലപ്പോൾ അയാൾക്ക് യോജിക്കാനായിട്ട് പറ്റിയെന്നിരിക്കില്ല. പക്ഷേ എങ്കിലും അതിനൊപ്പം പോകുന്നതിന് അത്ര വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണക്കാക്കുന്നില്ല. എന്നാൽ CPM-നകത്ത് അദ്ദേഹത്തിന് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, ലോകമാകെ മാറുകയാണ്. CPM മാറി, പഴയ CPM ഒന്നുമല്ല ഇപ്പോഴത്തെ CPM എന്ന് പറയും. അതേപോലെ തന്നെ പഴയ തരൂരല്ല ഇപ്പോഴത്തെ തരൂർ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് എന്തുമാകാം, പാർട്ടികൾക്കും എന്തുമാകാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ വിശകലനം ചെയ്യാൻ നാളെ മണ്ടന്മാരായി മാറുന്ന സ്ഥിതിയാണ്. നാളെ അദ്ദേഹം അതുകൊണ്ട് CPM-നകത്ത് കയറിയാലും നമുക്ക് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷേ ഈ എന്താണ് നമ്മൾ ഈ വിശ്വപൗരൻ അല്ലേ, അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞു. അപ്പോൾ വിശ്വപൗരൻ എങ്ങനെയാണ് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി ജീവിക്കുക, കേരള രാഷ്ട്രീയത്തിൽ മാത്രമായിട്ട് എങ്ങനെ നിറഞ്ഞു നിൽക്കുക, അത് അദ്ദേഹത്തിന് പറ്റിയ ഒരു ഏർപ്പാടായിരിക്കില്ല. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെങ്കിലും കടന്നു കഴിഞ്ഞാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു കലീബർ ഉപയോഗിച്ച് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ പോസിബിലിറ്റി BJP തന്നെയാണ്. പക്ഷേ BJPയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BJP ഇദ്ദേഹത്തെ ആരാക്കും. BJPക്ക് ഒരു വിദേശകാര്യമന്ത്രി ആയിട്ട് ഇദ്ദേഹത്തെ ഇരുത്താനായിട്ട് പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. അതിന് ഏറ്റവും കടുത്ത RSS അനുയായിയെ മാത്രമാണ് സാധാരണ BJP തിരഞ്ഞെടുക്കാൻ സാധ്യത. BJPയുടെ പ്രധാനമന്ത്രി BJPയുടെ പോളിസി മേക്കറും അതേപോലെ തന്നെ പോളിസി നടപ്പിലാക്കുന്ന ആളുമായിരിക്കും. അവിടെയും തരൂരിന് സ്കോപ്പില്ല. പിന്നെ ഏതെങ്കിലും ഒരു മന്ത്രിയാവുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അതിനേക്കാൾ എളുപ്പത്തിൽ വേണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ഗവർണറായി മാറാം. പക്ഷേ അത് രാഷ്ട്രീയത്തിലെ അല്ല, രാഷ്ട്രീയത്തിൽ ഈ ഗവർണറായാലും എൻ്റെ അർത്ഥം എന്നാണ്, ഗവർണറായാൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു എന്നാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം കയറിയിരിക്കാൻ പറ്റുന്നൊരു പോസ്റ്റാണ് ഗവർണർ പോസ്റ്റ് എന്നാണ്. അപ്പോൾ അതിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വളരെ ദുരൂഹമായ ഒരു അവസ്ഥയിലാണ് തരൂരിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ തരൂരിൻ്റെ കഴിവുകൾ വേണ്ട രീതിയിൽ കോൺഗ്രസ് ഉപയോഗിച്ചില്ല എന്ന് പറയേണ്ടി വരില്ലേ? അത് ശരിയാണ്. തരൂരിന് നല്ല കഴിവുകളുണ്ട്. ആ കഴിവുകൾ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കപ്പെടണമെങ്കിൽ അയാൾ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആ കഴിവുകൾ വിനിയോഗിക്കാനായിട്ട് തയ്യാറാവും. കഴിവ് ഒരാൾക്കുണ്ടായിട്ട് കാര്യമില്ല. അത് കെട്ടി പോട്ടത്ത് വെച്ചിട്ട് എന്താ കാര്യം? അത് പ്രയോഗിക്കാനായിട്ടുള്ള സ്പേസ് കൊടുക്കുക, അത് പ്രയോഗിക്കാനായിട്ട് അവസരങ്ങൾ നൽകുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് തരൂരിന് തന്നെ താൻ ആരാണ് എന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് വ്യക്തമാക്കി കൊടുക്കാനായിട്ട് കഴിയും. അത് പക്ഷേ ഇതുവരെയായിട്ടും നിർവഹിക്കപ്പെട്ടിട്ടില്ല. നമ്മളിവിടെ കണ്ട് എന്താണ് നിർവഹിക്കപ്പെടാത്തത്? നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവരുടെ മുകളിലാണ് പലപ്പോഴും ശശി തരൂർ കയറിയിരിക്കാനുള്ള സാധ്യത. അങ്ങനെ ശശി തരൂർ മുകളിലേക്ക് കയറണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, താഴെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു പ്രശ്നമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കോൺഗ്രസ്സിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് ഇരിപ്പിടങ്ങളുണ്ടാവില്ല, അവർക്ക് വർക്ക് സ്പേസ് ഉണ്ടാവില്ല, അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നടക്കില്ല. അതുകൊണ്ട് അവരതൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. BJPയിലെ എക്സിസ്റ്റിംഗ് BJP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് ഓടി വന്നിരിക്കുന്ന ആളുകളാണ് പകുതി. അവരൊക്കെ നിയന്ത്രിക്കുന്നത് മിക്കവാറും കോർ BJP നേതൃത്വമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു വന്ന് അതിൻ്റെ കൂടെ കയറിയിരിക്കുകയാണ് അല്ലേ. ഹേമന്ത് ബിശ്വ ശർമ്മ അടക്കമുള്ള ആളുകൾ അങ്ങനെ വന്നിരിക്കുന്ന ആളാണ്. അവരൊക്കെ പക്ഷേ എന്താണ് വലിയ തരത്തിൽ BJPയുടെ വാചാലരക്ത വക്താക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ്. അതെ, തരൂരും അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ മാറേണ്ടി വരും. അതെ, ഒരു നല്ല ഭാവി നല്ല ഭാവി ആശംസിക്കാം നമുക്കല്ലേ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.